പ്രിയപ്പെട്ട സഖാക്കളെ, വളരെ ദീർഘമായി തന്നെ രാഷ്ട്രീയ കാര്യങ്ങളും ഈ പൊതുയോഗം ഇവിടെ വെച്ചതിന്റെ ഉദ്ദേശങ്ങളും ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. സഖാവ് സീതാലിക്കുട്ടിയുടെ 43ാം ചരമവാർഷിക ദിനം ആചരിക്കുന്ന ഈ സന്ദർഭത്തിൽ എന്തിനാണ് സഖാവ് രക്തസാക്ഷിയായതെന്നും ആ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നേതൃത്വം കൊടുത്ത് നടത്തിയ സമരത്തിന്റെ ചരിത്രവും അതിന്റെ പ്രത്യേകതകളും എന്തായിരുന്നുവെന്നും ഇവിടെ വിശദീകരിച്ചു. സഖാവ് സീതാലിക്കുട്ടിയുടെ നാട്ടിൽ ഒരു പാവപ്പെട്ട ചെള്ളി എന്ന് പറയുന്ന കൃഷിക്കാരന്റെ ഭൂമി സംരക്ഷിക്കാൻ നടത്തിയ പോരാട്ടത്തിൽ പിടഞ്ഞു വീണ് മരിച്ച സഖാവ് സൈതാലിക്കുട്ടിയുടെ നാട് എപ്പോഴും സഖാവ് സൈതാലിക്കുട്ടിയുടെ പ്രസ്ഥാനത്തോടൊപ്പമാണ്. ഈ പ്രസ്ഥാനത്തെ തകർക്കാനും ദുർബലപ്പെടുത്താനും ഒരു ശക്തിക്കും കഴിയില്ല എന്ന് തെളിയിച്ച ഏറ്റവും ഉജ്ജ്വലമായ പൊതുയോഗവും അതുപോലെ ജാഥയുമാണ് ഇന്നിവിടെ നടന്നത്. ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ ആര് വിചാരിച്ചാലും, ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ചയെ തകർക്കാൻ ഏത് ശക്തി വിചാരിച്ചാലും ആ ശക്തിയുടെ എതിർപ്പുകളെ അതിജീവിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനം മുമ്പോട്ട് പോകും. മലവെള്ളപ്പാച്ചിലിന്റെ മുമ്പിൽ പഴമുറം വെച്ച് തടയാൻ ശ്രമിക്കുന്ന വിഡ്ഢികളെ പോലെയാണ് കോൺഗ്രസ് CPIM-നെ തകർക്കാൻ, CPM-ന്റെ പ്രവർത്തനത്തെ തടയാൻ, CPM-ന്റെ വളർച്ചയെ തടയാൻ ഇങ്ങനെ ചില പാഴ്മുറങ്ങളെ ഉപയോഗിക്കുന്നത് എന്നത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഒരളവിൽ നമുക്ക് ഇങ്ങനൊരു സന്ദർഭം ഒരുക്കി തന്നതിന് നന്ദി പറയാം. നമ്മുടെ പാർട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോഴാണ് പാർട്ടിയുടെ ബന്ധുക്കൾ ഒന്നിച്ചു ചേരുക. വളയൂർ പഞ്ചായത്തിലെ ജനങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഈ പാർട്ടിയെ സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട്. അഹമ്മദ് അഹമ്മദിനെ പോലുള്ള ആളുകളോ കോൺഗ്രസിന്റെ ഒത്താശയോടുകൂടി ഏത് കുത്തിത്തിരിപ്പുണ്ടാക്കിയാലും ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ കഴിയില്ല. ഈ പ്രസ്ഥാനത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ ഈ നാട്ടിൽ ആളുണ്ട് എന്ന് തെളിയിക്കുന്ന ഏറ്റവും ഉജ്ജ്വലമായ പരിപാടിയാണ് നിങ്ങളിവിടെ സംഘടിപ്പിച്ചത്. വളരെ ദീർഘമായി തന്നെ നമ്മുടെ രാജ്യത്തിന്റെയും കേരളത്തിന്റെയും രാഷ്ട്രീയ പ്രശ്നങ്ങളും ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകളും ഇവിടെ സൂചിപ്പിച്ചു. ഇവിടെ പ്രസംഗിച്ച കോൺഗ്രസിന്റെ പൊതുയോഗത്തിൽ അഹമ്മദിന് സ്വീകരണം നൽകിക്കൊണ്ട് പ്രസംഗിച്ച കോൺഗ്രസിന്റെ നേതാക്കന്മാരാരെല്ലാം എന്ന് നിങ്ങൾക്കറിയാം. അഹമ്മദിന് ദീർഘമായി പ്രസംഗിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. 30 കൊല്ലക്കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ എന്താണ് CPIM എന്ന പാർട്ടി എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഇത്രയും ദുർബലനായ ഒരാളായിരുന്നു നമ്മുടെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയുടെ നേതാവായി പ്രവർത്തിച്ചത് എന്ന് മനസ്സിലാക്കുമ്പോൾ ലജ്ജ തോന്നുകയാണ്. ഇങ്ങനെ ദുർബലനായ ഒരാളെയാണ് നമ്മൾ നേതാവായിട്ട് കൊണ്ടു നടന്നത്. അത് നമ്മുടെ പാർട്ടിയുടെ ഒരു കുഴപ്പം എന്നല്ലാതെ മറ്റൊന്ന് പറയാൻ. 30 കൊല്ലക്കാലം കൊണ്ട് എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് മനസ്സിലാക്കണ്ടേ? എന്തിനാണ് ഈ പാർട്ടിയിലേക്ക് ഓരോരുത്തരും കടന്നു വരുന്നത്? ഈ പാർട്ടി ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ലക്ഷ്യം നടപ്പിലാക്കാനുള്ള ഒരു ഭരണഘടനയും പരിപാടിയും ഒരു സംഘടനാ രീതിയും ഈ പാർട്ടിക്കുണ്ട്. അങ്ങനെ രഹസ്യം സൂക്ഷിക്കുന്ന രഹസ്യ സ്വഭാവത്തോടുകൂടി എന്താണ് ലക്ഷ്യമെന്ന് പറയാതെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയല്ല. ഈ പാർട്ടി പ്രഖ്യാപിച്ച ലക്ഷ്യമെന്ന് പറയുന്നത് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം കുത്തക മുതലാളിത്തത്തിന് നേതൃത്വമുള്ള ഭൂപ്രഭുത്വത്തിന് പങ്കാളിത്തമുള്ള ഭരണകൂടമാണ്. ആ ഭരണകൂടത്തെ മാറ്റി തൊഴിലാളി വർഗത്തിന്റെയും കൃഷിക്കാരുടെയും നേതൃത്വമുള്ള ഒരു ഭരണകൂടത്തെ സ്ഥാപിക്കുക എന്ന ലക്ഷ്യം പ്രഖ്യാപിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ഈ പാർട്ടി. 1964 7ാം പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച പാർട്ടി പരിപാടി 2000 കാലാനുസൃതമായ ചില മാറ്റങ്ങൾ വരുത്തി. അപ്പോഴും ലക്ഷ്യമൊന്നാണ്. തൊഴിലാളി കർഷക വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ ജനകീയ ജനാധിപത്യ വിപ്ലവം നടത്തി നിലവിലുള്ള ഭരണകൂടത്തെ മാറ്റി ജനകീയ ജനാധിപത്യ ഭരണകൂടം സ്ഥാപിക്കുക എന്നത്.
ആ ജോലിയാണ് ഞങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഈ പാർട്ടിയിലേക്ക് മെമ്പറായി ചേരുമ്പോ ഈ പാർട്ടിയുടെ ഭരണഘടനയും പരിപാടിയും അംഗീകരിച്ച് ഞാൻ പ്രവർത്തിക്കാം എന്നെല്ലാ പാർട്ടി മെമ്പർമാരും പ്രതിജ്ഞ ചെയ്യാറുണ്ട്. ആ പാർട്ടി ഭരണഘടന അംഗീകരിക്കാം എന്ന് പറഞ്ഞാൽ ആ ഭരണഘടനയിൽ അതിന്റെ ആമുഖത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു പാർട്ടി മെമ്പറാകുമ്പോ തന്റെ സ്വന്തം താല്പര്യങ്ങളെക്കാൾ ഉപരിയായി പാർട്ടിയുടെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കും. എന്റെ സ്വന്തം താല്പര്യങ്ങളെക്കാൾ ഉപരിയായി പാർട്ടിയുടെ താല്പര്യമാണ് ഞാൻ ഉയർത്തിപ്പിടിക്കുക എന്ന് പാർട്ടിയുടെ ഭരണഘടന പിടിച്ച് പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് ഒരു പാർട്ടി മെമ്പറായി മാറുന്നത്. അങ്ങനെയാണ് പാർട്ടി മെമ്പറാകാൻ പറ്റൂ. അത് ഓരോ പാർട്ടി മെമ്പർ ആയിക്കഴിഞ്ഞാൽ എന്താണ് ഭരണഘടനയെന്നും പരിപാടിയെന്നും വായിച്ചു പഠിക്കാം, ക്ലാസുകളിൽ പങ്കെടുത്ത് പഠിക്കാം, വിവിധ മാർഗങ്ങളുണ്ട് പഠിക്കാൻ. അതൊക്കെ പഠിച്ച് കുറെ കാലം കഴിയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണെന്ന് മനസ്സിലാവുകയാണ് ചെയ്യുക. അപ്പൊ ഒരിക്കലും ആത്മാർത്ഥമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരിപാടി പഠിക്കുന്നതിനോ സംഘടനാ രീതി പഠിക്കുന്നതിനോ ആത്മാർത്ഥമായി സംഘടനാ പ്രവർത്തനം നടത്തുന്നതിനോ അഹമ്മദ് കുഞ്ഞ് ശ്രമിച്ചിട്ടില്ല എന്നല്ലേ 30 കൊല്ലത്തെ അനുഭവം പറയുന്ന ഇദ്ദേഹത്തിനുണ്ടായ ഈ സ്ഥിതിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക. ഇവിടെ വന്ന് പ്രസംഗിച്ചവർക്കൊന്നും അത്ര പാരമ്പര്യമില്ലല്ലോ. അഹമ്മദ് കുഞ്ഞിന്റെ ഒപ്പം പാരമ്പര്യമുണ്ട് എന്ന് പറയുന്ന അഹമ്മദ് കുഞ്ഞ് ഇങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ അബ്ദുള്ളക്കുട്ടി പിന്നെ അങ്ങനെ ചിന്തിച്ചില്ലെങ്കിലല്ലേ അത്ഭുതപ്പെടാനുള്ളൂ. അപ്പൊ അങ്ങനെ അല്ല ഈ പാർട്ടിയിലുള്ള മഹാഭൂരിപക്ഷം പേരും. അതൊന്നും ചിന്തിക്കുന്ന പോലല്ല. ഈ പാർട്ടിയിൽ മതന്യൂനപക്ഷങ്ങൾക്ക് സ്ഥാനമില്ല, മതന്യൂനപക്ഷങ്ങളെ അംഗീകരിക്കുന്നില്ല, ആരാധനാ സ്വാതന്ത്ര്യം അംഗീകരിക്കുന്നില്ല എന്നൊക്കെയാണ് ഇവിടെ പ്രസംഗിച്ചതും പുറത്ത് പ്രചരിപ്പിക്കുന്നതും. ഈ പാർട്ടിയിൽ മതന്യൂനപക്ഷങ്ങളെ അംഗീകരിക്കുന്നില്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരാൾ പ്രസംഗിച്ചു പോയി. ഉമ്മർക്ക് അവിടെ ഇരിക്കുന്നുണ്ട്, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. മതന്യൂനപക്ഷങ്ങളെ അംഗീകരിക്കാത്ത പാർട്ടിയാണ് ഈ പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രൂപം കൊടുത്തതിൽ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, മുസഫർ അഹമ്മദ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകിയ വ്യക്തികളിൽ ഒരാളാണ് മുസഫർ അഹമ്മദ്. ന്യൂനപക്ഷമായിരുന്നു. മുസ്ലിം സമുദായത്തിനകത്തുള്ള അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരായി മുസ്ലിം സമുദായത്തിനകത്തുള്ള ഉൽപ്പതിഷ്ണുക്കൾ, പുരോഗമന ചിന്താഗതിക്കാർ ഒന്നിച്ച് ആ സമുദായത്തിനകത്ത് അനാചാരങ്ങൾക്കെതിരെ പൊരുതണം എന്ന് പറഞ്ഞ ഇർഫാൻ ഹബീബ് മതന്യൂനപക്ഷത്തിൽപ്പെട്ടയാളായിരുന്നു. നമ്മളിപ്പോഴും ആവേശത്തോടുകൂടി മുദ്രാവാക്യം വിളിക്കുന്ന കയ്യൂരും കരിവള്ളൂരും മുഞ്ചിയവും മുനയംകുന്നുമൊക്കെ, ആ കയ്യൂരിലെ 4 രക്തസാക്ഷികളിൽ അബൂബക്കറും കുഞ്ഞമ്പു നായരും ചിരുകണ്ഠനും, പിന്നൊരാളുണ്ട് അബൂബക്കർ, കുഞ്ഞമ്പു നായർ, ചിരുകണ്ഠൻ, അപ്പു. അതിൽ അബൂബക്കർ ന്യൂനപക്ഷമായിരുന്നു, മുസ്ലിമായിരുന്നു. 10-20 വയസ്സിൽ താഴെയുള്ള 4 ചെറുപ്പക്കാർ തൂക്കുമരത്തിന്റെ ചുവട്ടിൽ പോയി നിന്ന് എന്താണ് നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹമെന്ന് ചോദിക്കുമ്പോ, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ തിരിച്ച് ഈ ഭൂമിയിലേക്ക് വരാൻ സാധിച്ചാൽ അന്നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയും കർഷക പ്രസ്ഥാനത്തിന്റെയും പ്രവർത്തകനായി ഇതേപോലെ തൂക്കിലേറണമെന്നതാണ് എന്റെ അവസാനത്തെ ആഗ്രഹം എന്ന് പറഞ്ഞ അബൂബക്കർ ന്യൂനപക്ഷമായിരുന്നു. ആ അബൂബക്കറുടെ പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം. ഇവിടെ സൈദാലിക്കുട്ടി ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു. ആർക്കു വേണ്ടി? ചെള്ളിയുടെ ഭൂമി സംരക്ഷിക്കാൻ വേണ്ടി ജന്നിയുടെ ഗുണ്ടകളുടെ അടിയേറ്റ് പിടഞ്ഞു വീണ് മരിച്ച സൈദാലിക്കുട്ടി ഈ മണ്ണിന്റെ ഇവിടെ ചുവപ്പിച്ച സഖാവ് സൈദാലിക്കുട്ടി നിലമ്പൂര്, മലപ്പുറത്ത് കുഞ്ഞാലി ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു. ഇങ്ങനെ എത്രയോ പേരെ നമുക്ക് കാണാൻ സാധിക്കും മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട. അവർക്ക് വേണ്ടി ആയിരുന്നില്ല വെടികൊണ്ട് മരിച്ചതും തൂക്കിലേറിയതും ജയിലുകളിൽ പോയതും മർദ്ദനമേറ്റതുമൊക്കെ അവർക്ക് വേണ്ടിയായിരുന്നില്ല, ഈ സമൂഹത്തിന് വേണ്ടിയായിരുന്നു. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്, ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ 30 കൊല്ലത്തെ അഹമ്മദ് കുഞ്ഞിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ 10-25 കൊല്ലക്കാലം ജനപ്രതിനിധിയായിരുന്നു. പറഞ്ഞല്ലോ, പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്തിലെ ഭാരവാഹിയും
ബ്ലോക്ക് പ്രസിഡന്റും ബ്ലോക്ക് വൈസ് പ്രസിഡന്റും കാർഷിക വികസന ബാങ്കിന്റെ പ്രസിഡന്റും ഏരിയ സെക്രട്ടറിയും പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവും ഒക്കെയായി പ്രവർത്തിച്ച എത്ര പേരുണ്ട് ഈ പട്ടാമ്പി ഏരിയ കമ്മിറ്റിയിൽ? ഈ പട്ടാമ്പി ഏരിയ കമ്മിറ്റി എന്ന് പറയുന്ന ഈ കമ്മിറ്റി എടുത്ത് പരിശോധിച്ചാൽ അതിൽ അംഗങ്ങളെ നിങ്ങൾക്കൊക്കെ പരിചയമുണ്ട്. അതിൽ എത്ര ആളുകൾക്ക് ഈ സ്ഥാനം കിട്ടിയിട്ടുണ്ട്? ഈ അഹമ്മദ് മുഞ്ഞ് വഹിച്ച ഏതൊക്കെ സ്ഥാനം എത്ര സഹാക്കൾക്ക് കിട്ടി? അങ്ങനെ ഒന്ന് ആലോചിക്കണ്ടേ? ന്യൂനപക്ഷത്തിൽപ്പെട്ടവർക്ക് ഒരു പരിഗണനയും കൊടുക്കാത്ത പാർട്ടിയാണെങ്കിൽ ഈ പരിഗണനയൊക്കെ എവിടുന്നാ കിട്ടിയത്? ഈ പാർട്ടിയിൽ മുഴുവൻ സമയ പ്രവർത്തകനായി മാറുമ്പോൾ സ്വാഭാവികമായും കുടുംബം പട്ടിണിയാകാൻ പാടില്ല, കുടുംബത്തിന് ഒരു വരുമാനം ഉണ്ടാകണം. ഒന്നുകിൽ അവർക്കൊരു ജോലി കൊടുക്കും, അല്ലെങ്കിൽ കുടുംബത്തിലെ ഏതെങ്കിലും അംഗത്തിന് ജോലി കൊടുക്കും. അങ്ങനെ പാർട്ടി തീരുമാനിച്ചിട്ടാണല്ലോ അഹമ്മദ് കുഞ്ഞിന്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തത്. ആർക്കാണ് ഇവിടെ ഇങ്ങനെ ഒരു പരിഗണനയും സഹായവും പാർട്ടി ചെയ്തത്? പരിഗണിച്ചില്ല എന്ന് പറയുമ്പോ, പാർട്ടി അവഗണിച്ചു എന്ന് പറയുമ്പോ ഏത് കാര്യത്തിലാണ് അവഗണിച്ചത്? അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് ആ ഓർമ്മയുണ്ട്. ഈ പാർട്ടിയോട് അവരിപ്പോഴും ആഭിമുഖ്യം പുലർത്തുന്നു. അവർക്ക് വളരെ ദുഃഖമുണ്ട്. അവർ പലരോടും പറഞ്ഞല്ലോ, ഒരിക്കലും ഞങ്ങൾക്ക് കോൺഗ്രസിലേക്ക് പോകാൻ ആഗ്രഹമില്ല. പക്ഷെ അഹമ്മദ് എന്ത് പറ്റി? ഇനിയിപ്പോ എവിടെ പോയാലും MLA-യിൽ കുറഞ്ഞൊരു സ്ഥാനം ബാക്കിയെല്ലാം കിട്ടിക്കഴിഞ്ഞല്ലോ. കൊടുക്കുവോ കോൺഗ്രസ്? എന്താണ് വാഗ്ദാനം? പിന്നെ നിസ്കരിക്കാൻ അനുവാദമില്ല, പള്ളിയിൽ പോകാൻ അനുവാദമില്ല. 30 കൊല്ലക്കാലം പോകാതിരിക്കുന്ന ഒരാളാണെങ്കിൽ പോകാൻ തോന്നില്ല. പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി മെമ്പറുമായിരിക്കുമ്പോഴും അദ്ദേഹം ഇതുപോലെ നിസ്കാരവും പള്ളിയിൽ പോക്കുമൊക്കെ ഇടയ്ക്കുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആരും തടഞ്ഞിട്ടില്ലല്ലോ. അത് 30 കൊല്ലം പോകാൻ ഇരുന്ന ഒരാൾക്ക് ഇപ്പൊ പോകാൻ തോന്നിയതാണോ? 30 കൊല്ലവും പോകാതിരുന്ന ഒരാളാണെങ്കിൽ പിന്നെ പോകാൻ തോന്നില്ല. അപ്പൊ ഇടയ്ക്ക് അങ്ങനെ പോയിരുന്നുവെന്നും ആരാധന നടത്തിയിരുന്നുവെന്നും അദ്ദേഹം തന്നെ പലപ്പോഴും പറയുന്നുണ്ട്. ഇവിടെ ആരും അതിനെ എതിർത്തിട്ടില്ലല്ലോ, ഒരു കമ്മിറ്റിയും ചർച്ച ചെയ്തിട്ടില്ലല്ലോ. ആ മോഞ്ഞ് പള്ളിയിൽ പോകാൻ പാടില്ല, ആരാധന നടത്താൻ പാടില്ല, എവിടെയെങ്കിലും ചർച്ച ചെയ്ത് തീരുമാനിച്ചോ? അപ്പോ അങ്ങനെ ഒന്നും ഇപ്പൊ വളരെ നിഷ്കളങ്കമായി നമ്മളെ കൃഷ്ണൻകുട്ടിയേട്ടനോട് വിശദീകരിച്ചു. അദ്ദേഹത്തിന്റെ ഒരു നിഷ്കളങ്കത കൊണ്ട് പറഞ്ഞതാണ് ഈ അമ്മോഞ്ഞിനെ പാർട്ടിയിൽ നിർത്താൻ വേണ്ടി എടുത്ത സമീപനങ്ങളെ സംബന്ധിച്ച്. ഒരാൾക്കും അങ്ങനെ ഒരു പരിഗണന ഈ പാർട്ടി കൊടുക്കാറില്ല. ഒക്കെ സംഘടനാപരമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുക എന്നതല്ലാതെ അതിനപ്പുറത്ത് ഒരു വലിപ്പവും ഈ പാർട്ടിയിൽ ആർക്കുമില്ല. ഏത് വലിയ ആളായാലും ഈ പാർട്ടിയിൽ ഈ ചുവന്ന കൊടിയുടെ താഴെ നിൽക്കുക എന്നതല്ലാതെ ഈ ചുവന്ന കൊടിയുടെ മീതെ പറക്കാൻ ഒരാളെയും ഈ പാർട്ടി അനുവദിച്ചിട്ടില്ല. ആ മൂന്നിന് പ്രത്യേക പരിഗണന കൊടുത്തിട്ടാണ് എത്ര വട്ടം ചർച്ച. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള തർക്കത്തിൽ ഇത്ര ചർച്ചകളൊന്നും ഉണ്ടാവില്ല. എന്തിന്? ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട സഖാവ് ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ അദ്ദേഹത്തിന് തോന്നിയതാവാം. അതുകൊണ്ട് തെറ്റിദ്ധാരണ തിരുത്തി പാർട്ടിയിൽ നിർത്താൻ വേണ്ടി എത്ര വട്ടം ഇവരൊക്കെ, ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവരും കഴിയാവുന്ന വിധത്തിലൊക്കെ സംസാരിച്ചില്ലേ? അപ്പൊ എന്തോ മുൻകൂട്ടി പ്രഖ്യാപിച്ച ഒരു ലക്ഷ്യം നടപ്പിലാക്കാൻ ആട്ടുകുട്ടിയെ തിന്നാൻ ചെന്നായിക്ക് കാരണങ്ങളില്ല. നിന്റെ മുത്തച്ഛൻ വെള്ളം കലക്കി എന്ന് പറഞ്ഞ് കാരണമുണ്ടാക്കുന്നത് പോലെ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുക.